എൻ്റെ പേര് ജയറാണി. ഞാൻ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സഞ്ജീവനി എന്ന ബീഫ്രണ്ടിംഗ് സെൻറ്ററിലെ ട്രെയിൻഡ് വോളണ്ടിയറാണ്. ആത്മഹത്യ എങ്ങനെ തടയാം അല്ലെങ്കിൽ എങ്ങനെ ചെറുക്കാം എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ആത്മഹത്യ പ്രവണതയുള്ള വ്യക്തികളുടെ മുന്നമേയുള്ള ലക്ഷണങ്ങൾ ആദ്യം തന്നെ തിരിച്ചറിയാൻ ശ്രദ്ധിക്കണം. ഒറ്റപ്പെടൽ, എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക, ദേഷ്യപ്പെടുകൾ, മുറിയിൽ അടച്ചിരിക്കുക, പെട്ടെന്നുള്ള മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം വർദ്ധിപ്പിക്കൽ, ഇങ്ങനെയുള്ളവരെ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപകടകരമായ സാധനങ്ങൾ, ബ്ലേഡ്, വിഷം, മൂർച്ചയുള്ള സാധനങ്ങൾ, ഇവയെല്ലാം ഇവരുടെ ദൃഷ്ടിയിൽ നിന്ന് മാറ്റിവെക്കാവുന്നതാണ്. പിയർ ഗ്രൂപ്പ് സപ്പോർട്ട് ഏറ്റവും ആവശ്യമുള്ള ഘടകമാണ്. ഹൈ റിസ്ക് കാറ്റഗറീസിലുള്ള 15-നും 29-നും വയസ്സുള്ളവർക്ക് സ്കൂൾ അല്ലെങ്കിൽ കോളേജ് തലത്തിൽ അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിക്കാവുന്നതാണ്. മാനസിക ആരോഗ്യ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസും കൊടുക്കാവുന്നതാണ്. ഇതിനെല്ലാത്തിനും പിന്നെ ബീഫ്രണ്ടിങ്ങും കൗൺസിലിങ്ങും വേണമെങ്കിൽ അവർക്ക് ലഭ്യമാക്കാവുന്നതാണ്. ഇതിനെല്ലാത്തിനും പുറമെ ഭവനങ്ങളിൽ, വീടുകളിൽ തുറന്ന സംഭാഷണം, സ്പൗസസും തമ്മിലും പാരൻസും കുഞ്ഞുങ്ങൾ തമ്മിലും ഒരു തുറന്ന സംഭാഷണം ആവശ്യമാണ്. പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഇതൊരു പ്രശ്നമായിരുന്നില്ല. കാരണം ആരെങ്കിലുമൊക്കെ അവരുടെ സങ്കടങ്ങൾ കേൾക്കാനുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ യാന്ത്രിക ലോകത്തിൽ എല്ലാവരും ഇടുങ്ങിയ മനസ്സായി ജീവിക്കുന്നതാണ് ഇത്രയും ആത്മഹത്യകൾ പെരുകാനുള്ള കാരണം. താങ്ക് യു.